ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു കോട്ടൺ സൽവാർ മെറ്റീരിയൽ കളക്ഷനാണ്. ക്രീം ഷെയ്ഡിൽ വരുന്ന സെറ്റാണല്ലോ. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫുള്ള് ഹക്കോബ മെറ്റീരിയലാണ് കൊടുത്തേക്കുന്നത്. ഹക്കോബ ത്രെഡ് വർക്കും ഹോൾസും ഒക്കെയുള്ള മെറ്റീരിയലാണ് ഫ്രണ്ട് പോർഷൻ ഫുള്ള് വരുന്നത്. എന്നിട്ട് യോക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഒരു മെറ്റീരിയൽ വന്നിട്ട് നെക്കിൻ്റെ സ്പേസ് ഫ്രീ ആക്കിയിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കിന് ഇങ്ങനെ ലൂപ്സ് കൊടുത്തേക്കാണ് ഒരു പടി പാറ്റേൺ പോലെ. എന്നിട്ടൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ. എന്നിട്ട് ഈ ഒരു പോർഷനിൽ സിമ്പിൾ ആയിട്ടൊരു ഹാൻഡ് വർക്ക്, കുഞ്ഞു വൈറ്റ് പേൾ ബീഡ്സ് ഒക്കെ ഇട്ടൊരു ഹാൻഡ് വർക്കും കൂടെ ചെയ്തിട്ടുണ്ട്. ഒരു ആപ്ലിക്ക വർക്ക് പോലെ വന്നിട്ട് അതിൻ്റെ മേളിലെല്ലാം കുഞ്ഞ് വൈറ്റ് പേൾ ബീഡ്സ് ഇട്ട് ആപ്ലിക്ക വർക്കും ചെയ്തേക്കുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് കൂടെ ഹാൻഡ് വർക്കും ആപ്ലിക്ക വർക്കും കൂടെ ഫ്രണ്ട് പോർഷനിൽ വരുന്നുണ്ട്. ടോപ്പ് എന്നിട്ട് ഫുൾ ഫ്രണ്ടിൽ ഹക്കോബ മെറ്റീരിയൽ. ബാക്ക് പോർഷൻ വരുമ്പോൾ പ്ലെയിൻ ആണ്. പ്ലെയിൻ ക്രീം കളർ മെറ്റീരിയൽ ബാക്ക് പോർഷനിലും വരുന്നു. ദുപ്പട്ട വരുന്നത് ലിനൻ കോട്ടൺ ദുപ്പട്ട. അതിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തേക്കാണ്. ഫുൾ ഫ്ലോറൽ, നമ്മുടെ ഈ ഒരു ഫ്ലവറിൻ്റെ പ്രിന്റ് പോലെ വരുന്ന ഫുൾ പ്രിന്റഡ് ആയിട്ട് വരുന്ന ഒരു പ്രിന്റഡ് ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. എന്നിട്ട് ബോട്ടം വരുന്നത് പ്യുവർ കോട്ടൺ, ഈ ഒരു പിങ്കിഷ് ഷെയ്ഡ് കോട്ടൺ ബോട്ടം. ഇതിൻ്റെ റേറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. 1150 റേഞ്ചിൽ നിൽക്കുന്നതാണ്. എല്ലാം ക്രീം ഷെയ്ഡ് തന്നെയാണ്. ദുപ്പട്ടയും ബോട്ടും ഈ ഒരു വർക്കുമാണ് മാറി മാറി വരുന്നത്. ആദ്യത്തേത് ഈ ഒരു പിങ്ക് ഷെയ്ഡ്, അടുത്തത് സെയിം തന്നെ ബ്ലൂ ഷെയ്ഡിൽ വരുന്നു. അപ്പോൾ നമുക്ക് നെക്ക് പോർഷനൊക്കെ ഫ്രീ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പോർഷനിലെല്ലാം കുഞ്ഞു പേൾ ബീഡ്സ്, അത് ക്രീമേലായതുകൊണ്ട് ഈ ഒരു കൊച്ചു ബീഡ്സ് ഇങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വർക്കും ആ വർക്കിൻ്റെ മേളിലും ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു പടി പൈപ്പിംഗ് പാറ്റേൺ പോലെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ യോക്കിലും കൊടുത്തേക്കുന്നു. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് തന്നെ. എന്നിട്ട് ഇതിൻ്റെ കളർ ദുപ്പട്ട വരുമ്പോഴത്തേക്കിന് ദുപ്പട്ട ആണെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ലിനൻ മെറ്റീരിയലാണ്. ഇങ്ങനെ പ്രിന്റഡ് വരുന്നു. കോട്ടൺ ബോട്ടം. ഇത് ഒരു ഷെയ്ഡ്. അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു രാമ ഗ്രീൻ ഷെയ്ഡാണ്. ആ ഒരു പടി ലൂപ്സ് കൊടുത്തേക്കുന്ന എല്ലാം ആ ഒരു ഷെയ്ഡിൽ, ഗ്രീൻ ഷെയ്ഡിൽ. ദുപ്പട്ട വരുമ്പോഴും ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ട. ഇതിൻ്റെ കോട്ടൺ ബോട്ടം. ഇതാണ് മൂന്നാമത്തെ ഷെയ്ഡ്. ഇനി ഒരു ഷെയ്ഡ് കൂടെ ഉണ്ട്. അത് വരുന്നത് ഒരു പീച്ച് ഷെയ്ഡ്. പീച്ചും റസ്റ്റും കൂടെ ചേർന്ന് വരുന്നൊരു ഷെയ്ഡാണ്. ഇവിടെയൊക്കെ കണ്ട ഒരു പീച്ച് പോലെ ഇവിടെയിട്ട് വരുമ്പോഴത്തേന് ഇച്ചിരി ഒരു ഓറഞ്ചിഷ് റസ്റ്റ് ആ ഒരു ഷെയ്ഡിൽ നിൽക്കും. ബോട്ടം കോട്ടൺ ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ 4 ഷെയ്ഡ്സാണ് ഈ ഒരു സെറ്റിൻ്റെ നമുക്ക് വന്നേക്കുന്നത്. ഇതിലേതെങ്കിലും ഷെയ്ഡ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്